നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. റോത്തർഹാം ക്രൈസിസ് എന്ന വിവാദത്തിൽ തുടങ്ങി പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ബ്രിട്ടനിലൊട്ടാകെ ഏതാണ്ട് 2.5 ലക്ഷത്തിന് മേൽ തദ്ദേശവാസികളായ മധ്യവർത്തി കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്ത ജിഹാദികൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആസൂത്രണത്തോടെ വലയിലാക്കി, കുടുക്കിലാക്കി പല ദുരുപയോഗങ്ങൾ ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി വിശദമായ വാർത്തകൾ തന്നെ പങ്കുവച്ചിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള വാർത്തകളുടെ ഒരു മറുവശം, സകാരാത്മകമായ ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സകാരാത്മകമായ വിഷയമാണ് ഓട്ടപ്രദക്ഷിണത്തിന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത്. ഇത്തരത്തിൽ തദ്ദേശവാസികളായ പെൺകുട്ടികളെ, അതായത് ബ്രിട്ടീഷ് വനിതകളെ ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഗ്രൂമിംഗ് ഗ്യാങ് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനി ജിഹാദികൾ സ്വാഭാവികമായും ഭാരതീയരായ പെൺകുട്ടികളെയും ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ 28 വർഷങ്ങളായി 1998 തുടങ്ങി ഇന്നേ ദിവസം വരെ ഭാരതീയരായ പെൺകുട്ടികളെ കാത്തു സംരക്ഷിക്കുന്ന ഒരു വ്യക്തി ബ്രിട്ടനിലുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ആളുകൾ വിളിക്കുന്നത് ഭായി എന്നാണ്. ഭായി മോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 1998 സിഖ് അവയർനെസ് സൊസൈറ്റി, സിഖാണ്, സർദാർജിയാണ് അദ്ദേഹം. 1998 സിഖ് അവയർനെസ് സൊസൈറ്റി എന്നൊരു സംഘടന തുടങ്ങുകയും ആ സംഘടന ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ റോത്തർഹാം ക്രൈസിസ് എല്ലാം നടക്കുന്നതും ഇത്തരം വിവരങ്ങൾ ലോകമറിയുന്നതിനുമൊക്കെ ഏറെ മുൻപാണ് ഇത്തരം സംഘങ്ങൾ ബ്രിട്ടനിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ അത്തരമൊരു സംഘടന ഭായ് മോഹൻ സിംഗ് രൂപീകരിച്ചതും ഭാരതീയരായ പെൺകുട്ടികളെ, സിഖ് വംശജരായ പെൺകുട്ടികളെ മാത്രമല്ല, ഭാരതീയരായ എല്ലാ പ്രവാസികളെയും, അത് ഗുരുദ്വാരകളുമായും അമ്പലങ്ങളുമായും ഒക്കെ സഹകരിച്ച് അവർക്ക് ഇത്തരം ഗ്യാങ്ങുകളുടെ, ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തന രീതികൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് ഇത്തരത്തിലുള്ള കെണികളിൽ പെട്ട പെൺകുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവന്ന്, ആ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഞാൻ വരാം, അതിനു മുമ്പ് രക്ഷിച്ചു കൊണ്ടുവന്ന് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഈ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും മധ്യവർത്തി കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ ഇവർ സമീപിക്കുക, ഏതൊക്കെ രീതിയിലായിരിക്കും അവർ പെരുമാറുക, എന്തൊക്കെയായിരിക്കും അവർ ഒരുക്കുന്ന കെണികൾ, ഇതെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുമപ്പുറത്തേക്ക് കുടുംബ ബന്ധങ്ങളുടെ ഒരു മഹത്വം, അതിൻ്റെ ഒരു പിൻബലം ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത, കൂടാതെ ലൈംഗിക വിദ്യാഭ്യാസം, ഇതെല്ലാം കൃത്യമായി തന്നെ ഒരു വിദ്യാഭ്യാസ കരിക്കുലം പോലെ തന്നെ നിർമ്മിച്ച് പെൺകുട്ടികളെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ആ സംഘം ആ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പുറത്ത് ഇത്തരത്തിലുള്ള കെണികളിൽപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ, ഭാരതീയരായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് രക്ഷപ്പെടുത്തി അവരെ കെണിയിലാക്കിയ ജിഹാദികളെ പോലീസിനെ, നിയമത്തിൻ്റെ മുൻപിലെത്തിച്ച് ചിലപ്പോഴൊക്കെ നിയമത്തിൻ്റെ പരിധി വിട്ട് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അങ്ങനെ കൈകാര്യം ചെയ്ത് അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയുവാൻ സാധിക്കില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഒരു 1998 സിഖ് അവയർനെസ് സൊസൈറ്റി സ്ഥാപിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ ഈ ഗ്രൂമിംഗ് ഗ്യാങ് ബ്രിട്ടനിൽ പോലീസിനെ ഭയപ്പെടുന്നില്ല, ഒരിടത്തും നിയമത്തെ അവർ ഭയപ്പെടുന്നില്ല. പക്ഷേ സിഖ് അവയർനെസ് സൊസൈറ്റി അവർ ഭയപ്പെട്ടു തുടങ്ങി. സിഖ് അവയർനെസ് സൊസൈറ്റിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിവിധ അമ്പലങ്ങളിൽ നിന്ന് ഉരുവായി വന്ന യുവജനങ്ങളുടെ സംഘടനകളെ ഇവർ ഭയപ്പെട്ടു തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭായ് മോഹൻ സിംഗ് എന്നുള്ളത് പേര് കേട്ടാൽ അവർ നടുങ്ങുന്ന തരത്തിലുള്ള ഒരു നാമമായി മാറി. അദ്ദേഹം വളരെ ശാന്തനായ ഒരു മതനേതാവാണ്, പക്ഷേ വളരെ കരുത്തനായൊരു നേതാവാണ്, ഒരു സിഖ് യോദ്ധാവാണ് എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഖാലിസ്ഥാനികളെപ്പോലെ ഞങ്ങൾ ആ ഒരു ഖാൽസ എന്ന ആശയത്തെ വക്രീകരിച്ച് അതിനെ വികലമാക്കി ജിഹാദികളുമായി കൂട്ടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലല്ല അദ്ദേഹം തൻ്റെ സംഘടനയെ കൊണ്ടുപോകുന്നതും അദ്ദേഹം സ്വന്തം വ്യക്തിജീവിതം മുന്നോട്ട് നയിക്കുന്നതും. സിഖ് ഗുരുക്കന്മാരുടെ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജിഹാദികൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആത്മധൈര്യം നൽകി സിഖ് യുവാക്കളെ യുദ്ധത്തിനിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആശയമായിരുന്നു ഖാൽസ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഭായ് മോഹൻ സിംഗിൻ്റെ ജീവിതവും സിഖ് അവയർനെസ് സൊസൈറ്റിയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നോ, ബ്രിട്ടനിലെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നോ, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നോ, അത് ലേബർ പാർട്ടി ആകട്ടെ കൺസർവേറ്റീവ് പാർട്ടി ആകട്ടെ, വലിയ സഹായമൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഉള്ള അവസരത്തിൽ പോലും ഭാരതീയ സമൂഹം, പ്രവാസി ഭാരതീയ സമൂഹം അദ്ദേഹത്തെ
മാറോട് ചേർക്കുകയും സ്വന്തം എന്നുള്ള രീതിയിൽ തങ്ങളുടെ കുടുംബത്തിലെ ഒരു മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അച്ഛൻ, സഹോദരൻ, അമ്മാവൻ എന്നുള്ള നിലയിൽ തന്നെ സ്വീകരിക്കുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ കെണിയിൽപ്പെട്ട ഭാരതീയരായ പെൺകുട്ടികളുടെ എണ്ണം തുലവും വിരളമാണ്. അങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരിൽ ഈ സിഖ് അവയർനെസ് സൊസൈറ്റി രക്ഷപ്പെടുത്തിയെടുത്ത പെൺകുട്ടികളുടെ എണ്ണം വളരെ വലുതാണ്. തദ്ദേശീയരായ പെൺകുട്ടികളെ അനുബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഭായ് മോഹൻ സിംഗിനെ ഭാരതത്തിലെ ഒരു മാധ്യമം പോലും ഒരിക്കൽ പോലും അഭിമുഖം ചെയ്തിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരം ഒരിക്കലും മറ്റോ BBC പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതോടുകൂടി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഭായ് മോഹൻ സിംഗിനെയും സിഖ് അവയർനെസ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം BBC അമർത്തി വെച്ച് തുടങ്ങി അല്ലെങ്കിൽ ഒഴിവാക്കി തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു കൊണ്ട് തന്നെയിരുന്നു. പ്രശസ്തിയേക്കാൾ കൂടുതൽ അദ്ദേഹം ഈ ജിഹാദികളുടെ ഉള്ളിൽ വിതയ്ക്കുന്ന ഭയം, അത് കൃത്യമായ ഭയം വിതച്ചിട്ടുണ്ട്. അതിനു വേണ്ട പ്രവർത്തികൾ സിഖ് അവയർനെസ് സൊസൈറ്റി ചെയ്തിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള ചില പ്രവർത്തികളായതുകൊണ്ട് വിശദീകരിച്ച് പറയുവാൻ സാധ്യമല്ല. എന്നാലും ജിഹാദികളെ വേട്ടയാടി പിടിക്കുന്ന ഒരു സംഘമായി മാറി SAS-ഉം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവാക്കളുടെ സംഘടനയും. പക്ഷേ യുവാക്കളെന്ന് പറയുമ്പോഴും ഭായ് മോഹൻ സിംഗിന് ഇപ്പോൾ പ്രായമായി, അദ്ദേഹം നരച്ച താടിയൊക്കെയായി. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടാലും ഊർജ്ജസ്വലനായ ഒരു യോദ്ധാവ് എന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നില്ല. ആ രീതിയിലാണ് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അദ്ദേഹം ഒരുക്കി സജ്ജമാക്കി ദിവസേന എന്നുള്ള തയ്യാറെടുപ്പുകളിലൂടെ ഒരു ഉരുക്ക് കോട്ടയാക്കി മനസ്സിനെയും ശരീരത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജിഹാദികളെ എതിരിടുന്നത്. ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിപ്രവർത്തനങ്ങളോ പ്രതിക്രിയകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു ഞാൻ പറഞ്ഞല്ലോ 1998 തുടങ്ങിയ സിഖ് അവയർനെസ് സൊസൈറ്റിയുടെ 3ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ഭായ് മോഹൻ സിംഗ് എന്നുള്ള ഒരു നാമം ഒരു ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. ഭാരതീയരായ പ്രവാസികളുടെ ഇടയിൽ സകാരാത്മകമായ ഒരു ഇതിഹാസം, ജിഹാദികളുടെ ഇടയിൽ നകാരാത്മകമായ ഭയം വിതയ്ക്കുന്ന ഒരു ഇതിഹാസം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്കൊന്ന് പോകുവാൻ പോലും അവർക്ക് ഭയമാണ് എന്നാണ് പ്രാദേശികരായ നമ്മുടെ നാട്ടുകാർ പറയുന്നത്. നിരവധി ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമപാലകർ പോലും പലപ്പോഴും പറയാറില്ല, അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം നടിക്കാറില്ല. ഈ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശസ്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വളരെ ഒരു കൃത്യമായിട്ടുള്ളൊരു പാഠ്യ പദ്ധതി പോലെയാണ് ഈ ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ മുതൽ ലൈംഗിക വിദ്യാഭ്യാസം വരെ പെൺകുട്ടികൾക്ക് നൽകുന്നത്. ആ പാഠ്യപദ്ധതിയെക്കുറിച്ച് ഒരു പ്രചരണവും ബ്രിട്ടീഷ് മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല. കൃത്യമായിട്ട് കൺസർവേറ്റീവ് പാർട്ടി ആകട്ടെ ലേബർ പാർട്ടി ആകട്ടെ അവരെല്ലാം ഈ ജിഹാദികൾ സംഘടിതമായ വോട്ട് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കി അവരുടെ ജനസംഖ്യ, അവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരെങ്ങനെ പെരുമാറുന്നു അത്തരത്തിൽ തന്നെ അവരെ പ്രീതിപ്പെടുത്തുവാനും പ്രീണിപ്പിക്കുവാനും അവരുടെ സമ്മതിദാനാവകാശം തങ്ങളിലേക്ക് ആകർഷിക്കുവാനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നൊരവസ്ഥയിലേക്ക് ബ്രിട്ടനിൽ കാര്യങ്ങളെത്തി. അത്തരത്തിലുള്ള അതിൻ്റെ ആ ഒരു വിട്ടുവീഴ്ചകളുടെ ഏറ്റവും ഭയാനകമായ ഒരു രൂപമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ച കെർ സ്റ്റാമർ ഈ റോത്തർഹാം ക്രൈസിസുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വന്നതിൻ്റെ കുറിച്ച് ഓട്ടപ്രദർശനത്തിൽ തന്നെ ഞാൻ പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ആ ഒരു വിശകലനം പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതിലാണ് പല പ്രേക്ഷകരും പറഞ്ഞത് 1400 അല്ല പെൺകുട്ടികളുടെ എണ്ണം, 2.5 ലക്ഷത്തിന് മുകളിലുണ്ട് ഈ ജിഹാദികളുടെ കുരുക്കിൽപ്പെട്ട പെൺകുട്ടികളുടെ എന്ന്. പക്ഷേ റോത്തർഹാം ക്രൈസിസിൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 1400 തദ്ദേശവാസികളായ പെൺകുട്ടികളാണ് ചൂഷണത്തിനിരയായത്. പക്ഷേ ഈ 1400-നും 2.5 ലക്ഷത്തിനുമൊക്കെ എത്രയോ മുകളിൽ ആണ് ഈ ഭായ് മോഹൻ സിംഗിൻ്റെ സിഖ് അവയർനെസ് സൊസൈറ്റിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളും ഈ സിഖ് അവയർനെസ് സൊസൈറ്റിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉരുവായി വന്ന ഹിന്ദുക്കളുടെ സംഘടനകളും അമ്പലങ്ങൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളും ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന RSSൻ്റെ അവാന്തര സംഘടനകളുമെല്ലാം രക്ഷിച്ചെടുത്ത പെൺകുട്ടികളുടെ എണ്ണം 2.5 ലക്ഷത്തിനുമൊക്കെ വളരെ മുകളിലാണ്. രക്ഷിച്ചെടുത്തതെന്ന് ഞാൻ പറയുന്നത് ഈ 2.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം പേരെ പോയി ജിഹാദികളെല്ലാം അടികൊടുത്തോ അല്ലെങ്കിൽ ഇല്ലാതാക്കിയോ രക്ഷിച്ചു
മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്നല്ല, മോചിപ്പിക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ എണ്ണം തുലോം വിരളമാണ്. ഒരു 100-ന് താഴെയോ 200-ന് താഴെയോ ഉള്ളൂ. അവരുടെ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ടു പോയ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ ഈ ബോധവൽക്കരണത്തിലൂടെ ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവകഥ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ള പ്രധാന കാരണം ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്നുള്ളത് പല തരത്തിലും നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയെ തിരിച്ചറിഞ്ഞവയെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ പലപ്പോഴും നാം അന്വേഷിക്കാറുണ്ട്. ഇതാണ് ആ മാർഗം. ഒരാൾ മുന്നിട്ടിറങ്ങുക, കൃത്യമായിട്ട് അവരെ പോരാടി തോൽപ്പിക്കാതെ നമ്മുടെ പെൺകുട്ടികളെ അവബോധത്തോടുകൂടി വളർത്തുക. അവബോധമെന്നുള്ളത് ഈ ജിഹാദികളുടെ പ്രവർത്തന രീതികൾ ആദ്യം നാം മനസ്സിലാക്കുക. ആ പ്രവർത്തന രീതികൾ മനസ്സിലാക്കുവാൻ ആർഷവിദ്യാ സമാജം പോലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിക്കുക. അത് മനസ്സിലാക്കിയ ശേഷം അതിനൊരു പാഠ്യപദ്ധതിയായി തന്നെ വികസിപ്പിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരവും പൈതൃകവും നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയും കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും എല്ലാം അവരെ പഠിപ്പിച്ച് വളർത്തുക. ഒപ്പം തീർച്ചയായും അവർക്ക് നൽകേണ്ടത് സദാചാരപരമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. സദാചാര പോലീസിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നേണ്ട ഒരു കാര്യവുമില്ല. സദാചാരം അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കുലസ്ത്രീ എന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ തിരിച്ചു കുലടേ എന്ന് വിളിക്കുവാനുള്ള ആർജവം നിങ്ങൾ എന്ന് കാണിക്കുന്നു. അപ്പോഴേ ഈ കുലസ്ത്രീ എന്ന വാക്ക് പരിഹാസമല്ലാത്തൊരു വാക്കായി അല്ലെങ്കിൽ പരിഹാസ്യമല്ലാത്തൊരു വാക്കായി മാറുകയുള്ളൂ. അവരത് നിർത്തുകയുള്ളൂ. അത് ഇടയ്ക്ക് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനുള്ള ശ്രമം മറ്റാരും നമുക്ക് വേണ്ടി വന്ന് ചെയ്തു തരികയില്ല. അതിനായി നാം തന്നെ മുന്നിട്ടിറങ്ങണം. ഒരു കാര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലവ് ജിഹാദ് സംബന്ധിച്ച ചില വാർത്തകൾ വന്നപ്പോൾ ദുഃഖകരമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്. ശരിയാണ്, ആദ്യമൊക്കെ ഞാനും ആ രീതിയിൽ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എത്ര കൊണ്ടാലും പഠിക്കാത്തതല്ലേ, അവൾ പോയി ചാകട്ടെ. അങ്ങനെ ചിന്തിക്കരുത്. ഒരു പെൺകുട്ടി ഏതെങ്കിലും ശ്രമത്തിലൂടെ നമുക്ക് രക്ഷിച്ചെടുക്കുവാനോ അവളിലൊരു അവബോധം ഉണർത്തുവാനോ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളാണ് രക്ഷപ്പെടുന്നത്. മറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ചിന്ത വരുന്നതിന് ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. കാരണം ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവബോധം എന്നിൽ ഉണരുന്നത് വരെ ഞാനും അത്തരത്തിൽ തന്നെയാണ് ചിന്തിച്ചത്. തിരിച്ചറിയാതെ പോയി ചാടിയതല്ലേ, ആരും പറഞ്ഞിട്ടും കേൾക്കാത്തതല്ലേ, അവൾ പോയി ചാകട്ടെ എന്നുള്ള വിചാരം നമ്മുടെ മനസ്സിൽ വരരുത് എന്ന് നാം ഉറപ്പിച്ച് വിശ്വസിക്കണം. അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മോട് തന്നെ പറഞ്ഞ് അതിന് നമ്മെ സജ്ജരാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഈ ഭായ് മോഹൻ സിംഗിൻ്റെ ഈ ഒരു ചരിത്രം, 1998 മുതലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം ഹ്രസ്വമായി വിവരിച്ച ഈ ഒരു വീഡിയോ, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കിടുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഈ യാത്രയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായി ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.